ഹാ ബെന്നി, ഈ മസാലയും പച്ചക്കറിയും അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചോ. പിന്നെ ഈ നൂഡിൽസ് ഇതെന്ത് ചെയ്യണം? വെളിയിൽ മൃഗങ്ങൾക്ക് കൊടുക്ക്, അവരുടെ വിശപ്പെങ്കിലും മാറട്ടെ. ഇതു പറഞ്ഞ് പാവം സുമേഷ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. കുറച്ചുനേരം കഴിഞ്ഞ് ബെന്നി, വേറെ ജോലി അന്വേഷിക്കണമെന്ന് തോന്നുന്നു. നൂഡിൽസ് കട നടക്കില്ല. എന്റെ കൈകൊണ്ടുണ്ടാക്കുന്നത് കൊള്ളില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ലെന്നേ. നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ നൂഡിൽസ് എല്ലാവരും കഴിക്കും. പ്രശ്നം നമുക്ക് വലിയ കടയില്ലാത്തതാ. അത് ശരിയായ തന്നെ എല്ലാ പ്രശ്നവും തീരും. നീ പറഞ്ഞത് ശരിയാ ബെന്നി. നോക്കി നിൽക്കെ നഗരത്തിൽ എന്തോരം ഹോട്ടലുകളാ പൊങ്ങുന്നത്. ഞാനോ അതിന്റെ ഇടയിലും. നമ്മളിനി എന്തു ചെയ്താലും നൂഡിൽസ് കഴിക്കാൻ ആൾക്കാർ വരില്ലെന്ന് തോന്നുന്നു. പിന്നെ നോക്ക്, നമുക്കും 4 ഭിത്തിക്കുള്ളിൽ നൂഡിൽസ് വിൽക്കാം. എന്നാലും എല്ലാരും അവിടേക്ക് പോകും. അവിടെ കഴിക്കുന്നതല്ലാതെ വേറെയും കാര്യങ്ങളുണ്ടല്ലോ. അതങ്ങനെയല്ല. യഥാർത്ഥ സംഭവം ആൾക്കാർക്ക് അവിടെ മൊബൈൽ ഫോണിലിരുന്ന് രസമായി കളിച്ചുകൊണ്ടിരിക്കാമല്ലോ. പക്ഷേ ഇതൊന്നും ചെയ്യാൻ നമുക്ക് ഒരു വഴിയുമില്ല. നമുക്കെങ്ങനെ അവരുമായി പൊരുതാൻ പറ്റും? ഏതോ ബുദ്ധിയുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടനെ നമുക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെ സുഹൃത്താക്കുന്നതാണ് ബുദ്ധിയെന്ന്. എന്നുവെച്ചാൽ? എന്നുവെച്ചാൽ എന്റെ മണ്ടാ, ആ വലിയ ഹോട്ടലുകളിലും ആരെങ്കിലും നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടേ? ആ ഒരു മനുഷ്യൻ നിങ്ങളായിക്കൂടെ? എന്നും ആ കടയിലിരിക്കേണ്ട ആവശ്യമില്ല. വെയിലത്താലേയുകയും വേണ്ട. വെറുതെ എല്ലാ ദിവസവും പോയി നൂഡിൽസ് ഉണ്ടാക്കണം. എല്ലാ മാസവും പൈസയും കിട്ടും. എന്റെ മനസ്സ് പറയുന്നു, നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായും അത് ലഭിക്കും. തന്റെ ഭാര്യയായ ബെന്നിയുടെ വാക്കുകളിൽ വിശ്വാസം പ്രകടിപ്പിച്ച സുമേഷ് ശ്രമിച്ചു നോക്കാൻ ഒരുങ്ങി. അവൻ എല്ലായിടത്തും പോയി ജോലി അന്വേഷിച്ചു, എന്നാൽ ഒന്നും ലഭിച്ചില്ല. സോമേഷ് വളരെ ദുഃഖിതനായി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു വഴിയാത്രക്കാരൻ അയാളോട് സംസാരിച്ചു. എടാ സോമേഷ്, ഇത് നീയല്ലേ? ആരാ? എടാ ഞാൻ ദീപക്കാ. നീ എന്നെ വേഗം മറന്നോ? എടാ ദീപക്, നീയോ? നിന്നെ എങ്ങനെ മറക്കും? നമ്മൾ ഒരിക്കൽ ഒരുമിച്ചായിരുന്നില്ലേ? പിന്നെ മനസ്സിലാകാതെ? നിന്നെ നോക്ക്, നീ നന്നായി മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നീ മാറിയിട്ടില്ല. ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഒരുമിച്ചാ വന്നത്. ഞാൻ എവിടെ എത്തി, നീ എവിടെ എത്തി? നീ ഇപ്പോൾ എവിടെയാടാ? എനിക്ക് ഓർമ്മയുണ്ട്, നീ എന്തോ ജോലിയൊക്കെ ചെയ്യുന്നില്ലായിരുന്നോ? ദീപക്കും സുമേഷും ഗ്രാമവാസികളാണ്. രണ്ടുപേരും ഒരുമിച്ച് ജോലി അന്വേഷിച്ച് നഗരത്തിൽ വന്നതാണ്. എന്നാൽ പകുതിക്ക് വെച്ച് രണ്ടുപേർക്കുമിടയിൽ ഒരുപാട് അകലങ്ങൾ ഉണ്ടായി. ദീപക്കിനെ കണ്ടാൽ തന്നെ അവന്റെ നില എന്താണെന്ന് മനസ്സിലാക്കും. എന്നാൽ സുമേഷിന്റെ മുഖത്ത് തന്നെ അവന്റെ ദാരിദ്ര്യം കാണാം. 2 സുഹൃത്തുക്കളും ഒരുപാട് സംസാരിച്ചു. ഒരുപാട് സമയം സംസാരിച്ചതിനു ശേഷം, നോക്ക് സുമേഷ്, ബെന്നിപ്പെങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നീ സത്യം പറ, നിനക്കൊരു അവസരം കിട്ടിയാൽ നീ അത് ചെയ്യില്ലേ? അയ്യോ സത്യമായിട്ടും. നീയും ഞാനുണ്ടാക്കിയ നൂഡിൽസ് കഴിച്ചിട്ടില്ലേ? അപ്പോൾ ശരി, ഞാൻ നിനക്ക് അവസരം തരാം. അടുത്തൊരു വലിയ ഹോട്ടൽ കാണുന്നില്ലേ, ദ റോയൽ സ്റ്റാർ? അവിടുത്തെ ഹെഡ് ഷെഫാ ഞാൻ. എന്താ പറഞ്ഞു? ഇത്രയും വലിയ ഹോട്ടലിൽ അതും ഹെഡ് ഷെഫ്? അതെന്തായാലും നന്നായി. ആ ഹോട്ടൽ ഓണറിന്റെ ഒറ്റ മകൾ നിന്റെ പെങ്ങളാണ്. നീ വാ, നിനക്ക് പിന്നെ മനസ്സിലാവും. ഓ, നീ അവിടെ ബന്ധമുണ്ടാക്കിയല്ലേ? സത്യം പറ സുഹൃത്തെ, എനിക്കവിടെ ജോലി കിട്ടില്ലേ? വിശ്വസിക്കടാ, നിനക്ക് ഹെഡ് ഷെഫ് എന്താണെന്ന് അറിയില്ലേ? ബാക്കി എല്ലാവരും എൻ്റെ അസിസ്റ്റന്റ് ഷെഫാ. അവരുടെ ശമ്പളമോ മാസം 30,000. വാ, ഇപ്പോൾ തന്നെ നിന്റെ ജോലി അങ്ങ് ശരിയാക്കാം. അയ്യോ എടാ, 30,000 കൊണ്ട് എല്ലാം നടക്കുമല്ലോ. നന്ദിയുണ്ട് സുഹൃത്തെ. അവരുടെ കണ്ടുമുട്ടൽ സോമേഷിന് ഒരു ജോലി വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഈ കണ്ടുമുട്ടൽ സോമേഷിന് ഭാഗ്യമായി മാറി. ദീപകിന്റെ അസിസ്റ്റന്റ് ഷെഫായി സോമേഷിന് പുതിയ ജോലിയും കിട്ടി. അതോടൊപ്പം അവനുണ്ടാക്കുന്ന നൂഡിൽസും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകഴിഞ്ഞ്, എന്താ എല്ലാ ഓർഡറും നൂഡിൽസോ? അതെന്താ അങ്ങനെ? ഇത്രയും വലിയ ഹോട്ടലിൽ നൂഡിൽസ് മാത്രം വിറ്റാൽ മതിയോ? കസ്റ്റമേഴ്സിനോട് പോയി പറ, നൂഡിൽസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന്. വേറെ ഓർഡർ ചെയ്യിപ്പിക്കേ. പക്ഷേ സോർ, എന്തു പറഞ്ഞോ അത് ചെയ്യേ. മറന്നോ, നിനക്ക് അതിനാ സാലറി കിട്ടുന്നത്. ശരി സോർ. സോമേഷിന് ഇത്രയും വലിയ ജോലി വാങ്ങിക്കൊടുത്തത് ദീപക്കാണ്. എന്നാൽ സത്യം ഇതായിരുന്നു, ഇത്രയും നല്ല സുഹൃത്തായിരുന്ന ദീപക്കിന് പോലും സോമേഷിന്റെ വളർച്ച സഹിച്ചിരുന്നില്ല. ദീപക്, നിനക്കെന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നൂഡിൽസ് നന്നായി ഉണ്ടാക്കുമെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും നീ എന്റെ ഡ്യൂട്ടി എല്ലാ ദിവസവും മെയിൻ കോഴ്സിൽ ഇടുന്നില്ല. പിന്നെ അല്ലാതെ വേറെ നൂഡിൽസ് ഉണ്ടാക്കാനാണോ 30,000 മാസം തരുന്നത്? നോക്ക്, സൗഹൃദമൊക്കെ ഹോട്ടലിന്റെ വെളിയിൽ. ഈ ഹോട്ടലിന്റെ അകത്ത് ഞാൻ ഹെഡ് ഷെഫാണ്, നീ എന്റെ അസിസ്റ്റന്റും. ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിച്ചേ പറ്റൂ. എന്താ മനസ്സിലായോ? സർ. ദീപക് മാറിയെന്ന് സോമേഷിന് മനസ്സിലായി. എന്നാൽ അവൻ ദീപകിനോട് പിന്നെയൊന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ ദീപകിന്റെ ആജ്ഞകൾ അവൻ സത്യസന്ധമായി ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ദീപകിന്റെ ഈ പ്രവൃത്തി ഹോട്ടലിനെ മോശമായി ബാധിച്ചു. ദീപക്, ഞാൻ എന്താ കേട്ടത്? നീ നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ഡിഷ് മാറ്റിയെന്നോ? അത് അച്ഛാ, ഞാനത് ചെയ്തത് നമ്മുടെ ബാക്കി ഡിഷസും കസ്റ്റമേഴ്സ് ടേസ്റ്റ് ചെയ്യണ്ടേ, അതും സെൽ ചെയ്യണ്ടേ. എടാ മണ്ട, എനിക്ക് അന്നേ അറിയാമായിരുന്നു. എന്നാൽ ഇത്രയും വലിയ വിഡ്ഢിയാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. സത്യമായിട്ടും എന്റെ മകൾ നിന്നെ കല്യാണം കഴിച്ച് തെറ്റ് ചെയ്തു. അതിന് ഞാനിപ്പോൾ അനുഭവിക്കുക. അയാളെ വിളിക്കേ, ദിവസവും നൂഡിൽസ് ഉണ്ടാക്കുന്നവനെ. സോമേഷിനെ വിളിച്ചു വരുത്തി നസീഫ് അയാളുടെ ശമ്പളം കൂട്ടി. എന്നാൽ അന്നു മുതൽ വെറും നൂഡിൽസ് മാത്രം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്തു. എന്നാൽ ഇതൊക്കെ ദീപകിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഉന്തുവണ്ടി തള്ളി നടന്ന ഈ സോമേഷിനെയൊക്കെ
ഇപ്പോൾ എന്റെ സ്ഥാനമെടുക്കാൻ ശ്രമിക്കുന്നോ? ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ വിടില്ല. ഇവനെ ഞാൻ ഇവിടെ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കും. ആ ദീപക്കിന് അറിയാം, കസ്റ്റമറിനോടൊപ്പം തന്നെ ഹോട്ടലിന്റെ സ്റ്റാഫുകൾക്കും ഹോട്ടലിലെ ഓണറുടെയും കണ്ണിൽ സോമേഷിന്റെ പ്രതിച്ഛായ നന്നായിരുന്നു. അവനെ നേരെ ജോലിയിൽ നിന്നും പുറത്താക്കാനും പറ്റില്ല. അവൻ അവന്റെ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് അടുത്ത ദിവസം, ഇതെന്താ പരിപാടി? ബുഫയിൽ എന്തിനാ നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ഡിഷ് വെച്ചത്? അത് വെറും ഒരു ദിവസത്തേക്കാണ് ഡാഡി. നമ്മുടെ ഹോട്ടലിന്റെ 5th ആനിവേഴ്സറിയിൽ നമ്മുടെ ഭാഗത്തു നിന്നും കസ്റ്റമേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് പബ്ലിസിറ്റിയും കൂടുതൽ കിട്ടും. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് നമ്മുടെ നൂഡിൽസ് ടേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേറെ കോമ്പറ്റീഷനും വരില്ല. ആദ്യമായി ഒരു നല്ല ഐഡിയ പറഞ്ഞു. സോമേഷിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ അവസരമാണ്. ശരി, സോമേഷിനോട് പറഞ്ഞേക്ക് തയ്യാറായിക്കോളാൻ. അവനുണ്ടാക്കുന്ന നൂഡിൽസ് നമ്മുടെ ബുഫയുടെ മെയിൻ ഡിഷാണ്. ദീപക് ആദ്യ അടവ് പയറ്റി. അടുത്തതായുള്ള പദ്ധതി അയാൾ എപ്പോൾ ചെയ്തെന്നാൽ, നൂഡിൽസിലിടുന്ന മസാലയിലാണ് അയാൾ അടുത്ത പ്രയോഗം പ്രയോഗിച്ചത്. സോമേഷ്, എല്ലാം റെഡിയായോ? അതെ സർ, മസാല, സോസേജ് എല്ലാം റെഡിയാണ്. ഇനി ഇതൊന്ന് വെന്താൽ മതി. ശരി, നീ പോയി വെളിയിലത്തെ അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് നോക്കിട്ട് വാ. അവിടെ ജോലി ചെയ്യാൻ ഒരാളുടെ ആവശ്യമുണ്ട്. അങ്ങനെ സോമേഷ് അവിടെ നിന്നും പോയി. തള്ളുവണ്ടിക്കാരെ, ഈ ഹോട്ടലിൽ നിന്റെ നൂഡിൽസും വേണ്ട, നിന്റെ മസാലയും വേണ്ട. ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിച്ച് തരാം. ഈ ഒരു മസാല നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. അതിനുശേഷം ദീപക് തന്റെ കൈകൊണ്ട് സോമേഷ് ഉണ്ടാക്കിയ മസാലയിൽ ഒരുപാട് ഉപ്പും മുളകുപൊടിയും ഇട്ട് അത് കഴിഞ്ഞ് ബുഫയിൽ. ഓ മൈ ഗോഡ്, ഇതാണോ ബെസ്റ്റ് സെല്ലിംഗ് ഡിഷ്? ഇത് സോറി മാഡം, മനസ്സിലായി. ഞങ്ങളുടെ ഷെഫ് തെറ്റ് ചെയ്തു. ഇതിൽ ഉപ്പും മുളകും കൂടുതലല്ലേ. ഓ ഹേ സോമേഷ്, കം ഹിയർ നൗ. സാർ, ഇതെന്താ ഇത്? കസ്റ്റമറിന്റെ വാ കരിഞ്ഞു നിന്റെ ഈ പൊട്ട നൂഡിൽസ് കഴിച്ച്. നീ ഈ ദിവസം തന്നെ എന്തിനിങ്ങനെ ചെയ്തു? ബൈ ദ വേ, നടന്നത് നടന്നു. ഇനി നിന്നെ ആ കിച്ചന്റെ ഭാഗത്തെങ്ങാനും കണ്ടാൽ നിന്നെ പുറത്താകും. നീയൊക്കെ പിന്നെ വഴിയിൽ കടയിട്ടാ മതി. 10 രൂപയ്ക്ക് വിൽക്കുന്ന നൂഡിൽസ്. നീ ഹോട്ടലിൽ പണിയെടുക്കാൻ യോഗ്യനേയല്ല. ഏതോ നല്ല ഷെഫിന്റെ റെസിപ്പി മോഷ്ടിച്ച് കുറച്ചുനാൾ നീ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പോൾ നിന്റെ യഥാർത്ഥ രൂപം പുറത്തു വന്നത് കണ്ടില്ലേ? ഹേ ഗാർഡ്സ്, കഴുത്തിന് പിടിച്ചിവനെ പുറത്തു തള്ളു. ഇന്നത്തെ ദിവസം തന്നെ ഇവൻ നശിപ്പിച്ചു. നിങ്ങളെന്തായി ചെയ്യുന്നത്? ഞാൻ ആദ്യം മുഴുവനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് നൂഡിൽസ് ഓസമാണ്. ആവശ്യത്തിന് എരിവും ആവശ്യത്തിന് ഉപ്പും എല്ലാം ഒന്നിനൊന്ന് ബാലൻസ്. സത്യമായിട്ടും ഇത്രയും ടേസ്റ്റുള്ള നൂഡിൽസ് ഞാൻ കഴിച്ചിട്ടേയില്ല. എന്തുപറ്റി? ഇവിടെ ഒരു ശബ്ദം. നീ എന്താ കരുതിയത്? എന്നെ മണ്ടനാക്കിയിട്ട് ഇവനെ പുറത്തു കളയാമെന്നോ? നീ അറിയാതെ ഞാനൊരു CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കണമല്ലോ. അച്ഛാ, സോറി അച്ഛാ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഇനി നീ ഒരു തെറ്റും ചെയ്യില്ല. കാരണം അത് ചെയ്യാൻ നീ ഇനി ഇവിടെ ഉണ്ടാകില്ല. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ഫയർ ചെയ്യുന്നു. സോമേഷിനെ ഹയറും ചെയ്യുന്നു. ഇന്നു മുതൽ നീയാണ് ഈ ഹോട്ടലിന്റെ ഹെഡ് ഷെഫ്. കാരണം നീ ഉണ്ടാക്കുന്ന ഡിഷാണ് ഈ ഹോട്ടലിനെ വളർത്തിയത്. ഉന്തുവണ്ടിയിലെ നൂഡിൽസ്. അതെ, ഇന്നു മുതൽ പുതിയ ഡിഷിന്റെ തുടക്കമായി. ഇന്നു മുതൽ അതിന്റെ പേരും അതായിരിക്കും. സോമേഷിന് തന്റെ അധ്വാനത്തിന്റെയും ദീപകിന് തന്റെ പ്രവൃത്തിയുടെയും ഫലം കിട്ടി. സോമേഷ് ഉണ്ടാക്കുന്ന നൂഡിൽസ് കഴിക്കാൻ ദൂരെ നിന്നുപോലും രാവും പകലുമെന്നില്ലാതെ ആളുകൾ വരാൻ തുടങ്ങി. അയ്യോ, ഭക്ഷണം എടുത്തുകൊണ്ടുവാ. ഒരു കിച്ചടി ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണോ? ഇത്രയും വിഭവം ഉണ്ടാക്കേണ്ട കാര്യമെന്താ? ഇത്രയും കഴിച്ചാൽ വയറിന് എന്തെങ്കിലും പറ്റില്ലേ? ഓഹോ അമ്മേ, ഇത് മാഗിയും പാസ്തയും ഒന്നുമല്ലല്ലോ വയറ് കേടാകാനായി. ഇതെല്ലാം പച്ചക്കറിയും ഡാള് ഭക്ഷണവുമാണ്. ഇതിൽ നിന്നും പ്രോട്ടീനും വൈറ്റമിൻസും കിട്ടും. മൊത്തത്തിൽ ഈ ഭക്ഷണം നമ്മളുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ശരി എന്റെ ഡോക്ടർ മോളെ, ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോ. ഈ കിളവന്റെ വയറ്റിൽ എലി ഓടുക. പ്രേരണ ടേബിളിലിരുന്ന മാതാപിതാക്കൾക്ക് ഭക്ഷണം വിളമ്പി. പ്രേരണയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അത് വിളമ്പാനും വളരെ ഇഷ്ടമാണ്. പ്രേരണയ്ക്ക് കല്യാണപ്രായമായതുകൊണ്ട് അവളുടെ അമ്മയും അച്ഛനും അവൾക്കു വേണ്ടി നല്ലൊരു വീട്ടിലെ പയ്യനെ കണ്ടുപിടിച്ച് കല്യാണവും ഉറപ്പിച്ചു. 2 മാസങ്ങൾക്ക് ശേഷം അവളുടെ കല്യാണം അനുരാഗ് എന്ന പയ്യനുമായി നടന്നു. കല്യാണം കഴിഞ്ഞവൾ ഭർത്താവിന്റെ വീട്ടിലെത്തി. അവിടെ അവന്റെ അമ്മയും അച്ഛനും ചേട്ടനും ചേട്ടത്തിയും മക്കളും അനിയത്തിയും ചേർന്നൊരു വലിയ കുടുംബമാണ്. ഇത്രയും വലിയ കുടുംബത്തെ കണ്ട് പ്രേരണ പേടിച്ചു. ചിലർക്ക് വണ്ണവുമുണ്ട്, ചിലർക്ക് വണ്ണവുമില്ല. എനിക്കിത് എന്ത് ഭർത്താവിന്റെ വീടാ കിട്ടിയിരിക്കുന്നത്? ചിലർ വണ്ണം വെച്ചിരിക്കുന്നു, ചിലർ മെലിഞ്ഞിരിക്കുന്നു. ഉണങ്ങിയ ഭക്ഷണം പോലത്തെ ഒരു മുത്തശ്ശി. അച്ഛന്റെ വയർ നന്നായി വീർത്തിട്ടുമുണ്ട്. ഇയാളുടെ വയറിൽ സുഖമായി കപ്പെടുത്തു വെച്ച് ചായ കുടിക്കാം. തന്റെ ഭർത്താവിന്റെ അമ്മയും അച്ഛനെയും കണ്ടപ്പോൾ പ്രേരണയ്ക്ക് പല ചിന്തകളും വന്നു. ഇതിനേക്കാൾ വലിയ ഷോക്കിംഗായുള്ള കാര്യമാണ് അവർക്ക് മാഗി വളരെയധികം ഇഷ്ടമാണെന്നുള്ളത്. അതിനുശേഷം അമ്മായിയമ്മ ഗൃഹപ്രവേശം ചെയ്യിപ്പിച്ച് അവളെ മുത്തശ്ശിയെ കാണാനായി വിളിച്ചുകൊണ്ടുപോയി.
മോളെ ദീർഘസുമംഗലിയായിരിക്കൂ, എന്നും സന്തോഷത്തോടെ ജീവിക്കട്ടെ. അപ്പോൾ ചേട്ടത്തിയുടെ മകൾ റിയ അവളുടെ ലഹങ്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചിറ്റ ചിറ്റേ, എനിക്ക് മാഗി വേണം. എനിക്ക് ചിറ്റ മാഗി ഉണ്ടാക്കി തരാമോ? റിയെ, ചിറ്റ ഇപ്പോൾ നല്ല ക്ഷീണത്തിലാണ്. നിനക്ക് ഞാൻ ബോൺവിറ്റ ഇട്ട പാല് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് പാല് കുടിക്കണ്ട, അത് കൊള്ളില്ല. അമ്മ, എനിക്ക് പോയി മാഗി ഉണ്ടാക്കിത്താ പ്ലീസ്. മോള് കുറച്ച് ക്ഷമിക്ക്, ഞാൻ മാഗി ഉണ്ടാക്കിത്തരാം. മാഗി ഉണ്ടാക്കാൻ 2 മിനിറ്റ് മതിയല്ലോ. മാഗി എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരുടെ വായിൽ നിന്നും വെള്ളം വന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്കും നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ. കല്യാണത്തിന് നന്നായി കഴിക്കാൻ പറ്റിയില്ല. ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യ്, എനിക്കും കൂടി മാഗി ഉണ്ടാക്കിക്കോ. മുത്തശ്ശി, നിങ്ങളും മാഗി കഴിക്കുമോ? മാഗിയിൽ മൈദയുണ്ട്. ഈ വയസ്സിൽ ഇത് കഴിക്കുന്നത് അത്ര ശരിയാവില്ല. ഞാൻ വേണമെങ്കിൽ റൊട്ടിയും കറിയും ഉണ്ടാക്കാം. അയ്യോ, വേണ്ട വേണ്ട മോളെ. ഇഷ്ടപ്പെട്ടത് കഴിച്ചില്ലെങ്കിൽ എന്റെ വയറ്റിന് പിടിക്കില്ല. മോള് മാഗി ഉണ്ടാക്കിത്താ, ഞാനത് വടിച്ചു നക്കി കഴിച്ചോളാം. പ്രേരണ മാഗി ഉണ്ടാക്കാനായി പോയി. പതുക്കെ പതുക്കെ എല്ലാവരും മാഗി തിന്നാനായി കൊതിച്ചിരുന്നു. പാവം പ്രേരണ ലഹങ്ക ഇട്ടുകൊണ്ട് അടുക്കളയിലേക്ക് പോയി എല്ലാവർക്കും വേണ്ടി മാഗി ഉണ്ടാക്കി. കുറച്ചു കഴിഞ്ഞ് മാഗിയും എടുത്ത് ടേബിളിൽ എല്ലാവർക്കും വിളമ്പി. എല്ലാവരും 2 കൈകൾ കൊണ്ട് പെട്ടെന്ന് മാഗി കഴിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ പ്രേരണ ചിന്തിച്ചു, ഷീ, ഇവര് കഴിക്കുന്നത് കണ്ടാൽ ഇത്രയും ദിവസം പട്ടിണി കിടന്നതാണെന്ന് പറയുമല്ലോ. കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റുള്ള മാഗിയാണല്ലോ. സത്യമായിട്ടും ചേച്ചി നന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ പറയാനാ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ്. വളരെ നന്ദി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അവരവരുടെ മുറിയിലേക്ക് പോയി. പാവം പ്രേരണ എല്ലാ പ്ലേറ്റുകളും കഴുകി. അതിനുശേഷം അവളുടെ മുറിയിലേക്ക് പോയി. അവിടെ അവളുടെ ഭർത്താവ് അനുര കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ ആദ്യ രാത്രിയും കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ പ്രേരണ സുന്ദരിയായി ഒരുങ്ങി അവളുടെ ആദ്യത്തെ പാചകത്തിനായി അടുക്കളയിൽ കയറി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ പനീർ കറി, ദാൽ കറി, പിന്നെ വെജ് കറി കഴിച്ച് സന്തോഷിക്കും. എല്ലാവരുടെയും നാക്കിൽ കപ്പലോടും. പെട്ടെന്ന് അമ്മായിയമ്മയും ചേട്ടത്തിയും മാഗി നിറഞ്ഞ 2 വലിയ ചാക്കുകളും എടുത്തുകൊണ്ടുവന്നു. അയ്യോ മരുമകളെ, ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കിയത്? ഇതൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ല. എന്നാലമ്മേ, ഇതൊക്കെ എന്റെ കൈകൊണ്ടുണ്ടാക്കിയതാ. ഇതാരും കഴിക്കില്ല. ഇവിടെ എല്ലാരും മാഗിയാ കഴിക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രി എല്ലാവരും ഇതല്ലേ കഴിച്ചത്? അയ്യോ, അത് ഭക്ഷണമല്ല, പലഹാരമെന്ന് പറയും. ഞങ്ങൾ എല്ലാവരും എന്നും മാഗി കഴിച്ചാണ് വയറ് നിറയ്ക്കാറുള്ളത്. 1000 പാക്കറ്റ് മാഗി എന്ന് കേട്ടപ്പോൾ പ്രേരണയ്ക്ക് തല കറങ്ങാൻ തുടങ്ങി. ദൈവമേ, ഇവർ മനുഷ്യരാണോ രാക്ഷസരാണോ? എന്തെങ്കിലും ആവട്ടെ, എനിക്കെന്താ? കുറച്ച് വെള്ളവും ഒഴിച്ച് മാഗിയും ഇട്ട് കഴിഞ്ഞാൽ മാഗി റെഡിയാകും. ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഉള്ളി കൊണ്ടുള്ള മാഗിയും മുളകു മാഗിയും മസാല മാഗിയും മധുര മാഗിയും ഉണ്ടാക്ക്. അയ്യേ, ഇതൊക്കെ എന്താ? 5 തരത്തിലുള്ള മാഗി കഴിച്ചാൽ ശക്തിമാനാകുമെന്നാണോ കരുതുന്നത്? എന്തെങ്കിലും ആവട്ടെ. അവൾ പെട്ടെന്ന് 2 അടുപ്പിൽ മാഗി ഉണ്ടാക്കാനായി തുടങ്ങി. പുറത്ത് എല്ലാവരും ക്ലോക്കിൽ തന്നെ നോക്കിയിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ 1000 പാക്കറ്റ് മാഗി അവിടെ റെഡിയായി വന്നു. കൂടെ അവളുണ്ടാക്കിയ വിഭവവും വെച്ചു. പക്ഷേ അവളുടെ വിഭവം ആരും കഴിച്ചില്ല. എല്ലാവരും മാഗി കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ 5 പാത്രവും കാലിയായി. പിന്നെ എല്ലാവരും മുറിയിലേക്ക് വിശ്രമിക്കാനായും പോയി. പാവം പ്രേരണ എല്ലാ പാത്രവും അടുക്കളയിലിരുന്ന് തേച്ചു കഴുകി. ഇതുപോലെ തന്നെ അടുത്ത ദിവസവും എല്ലാവർക്കും വിശന്നപ്പോൾ അവർ മാഗി ഉണ്ടാക്കാൻ പറഞ്ഞു. ചേച്ചി, ഇന്ന് എരിവുള്ള മാഗി ഉണ്ടാക്കിത്തരാമോ? ഇന്നലെ എരിവും പുളിയും കുറവായിരുന്നു. ശരി നാത്തൂനെ, ഇന്ന് നിങ്ങളും കൂടെ വാ എന്നെ സഹായിക്കാൻ. മാഗി ഉണ്ടാക്കാൻ എന്താ പാട്? അതിനെത്ര സമയം വേണം? പോയി ഉണ്ടാക്കിക്കോളൂ, എല്ലാവരും കഴിക്കാനായി കാത്തിരിക്കുക. ശരി ചേട്ടത്തി. പ്രേരണ അടുക്കളയിലേക്ക് പോയപ്പോൾ പുറത്തുനിന്നും ശബ്ദം വന്നു. ഇനിയും എത്ര സമയം വേണം? കൊണ്ടുവരുക. എല്ലാവർക്കും സാലഡിനൊപ്പം നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചതാ. ഇങ്ങനെ ഓർഡർ ചെയ്യാനായി ഞാൻ വേലക്കാരിയല്ല, മരുമകളാണ്. മസാല തുറന്നപ്പോൾ കുറച്ച് കണ്ണിലും മൂക്കിലുമായി വീണു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാനും തുടങ്ങി. അവൾ പെട്ടെന്ന് തന്റെ മുഖം തുടച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവർക്കും മാഗിയും ഉണ്ടാക്കി. ഇങ്ങനെ ദിവസവും മാഗി കഴിച്ച് കഴിച്ച് എല്ലാവരുടെയും വയറ് വേദനിക്കാൻ തുടങ്ങി. പലർക്കും പല രീതിയിൽ വേദന വന്നു. ഒരു ദിവസം റിയയുടെ അവസ്ഥ വളരെ മോശമായി മാറിയിരുന്നു. കൂടെ മുത്തശ്ശിയുടെ അവസ്ഥയും വളരെ മോശമായിരുന്നു. അവരെ വേഗം ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ അവരോട് പറഞ്ഞു, നോക്കൂ, ഇവരുടെ ആമാശയത്തിൽ മുഴുവനും മൈദയാണ്. ഇങ്ങനെ മൈദ കഴിച്ചു കഴിഞ്ഞാൽ ലിവറും കിഡ്നിയും കുറച്ചുകൂടി കഴിയുമ്പോൾ തകരാറിലാകും. നിങ്ങൾക്കറിയില്ല ഡോക്ടർ, ഇവരെല്ലാം ഒരു ദിവസം 1000 പാക്കറ്റ് മാഗിയാണ് കഴിക്കുന്നത്. എന്താ, നിങ്ങൾക്കറിയില്ലേ മൈദ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കേടുവരുത്തുമെന്ന്? നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലെ നല്ല ഭക്ഷണം കഴിക്കൂ. അതുപോലെ വീട്ടിലെ ജോലിയും ചെയ്യൂ.
അപ്പോൾ ശരീരവും ഹെൽത്തിയാകും. അല്ലെങ്കിൽ ഒരു ദിവസം വളരെ വലിയ പ്രശ്നത്തിലാകും നിങ്ങൾ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും അസുഖം ഭേദമായി. അവർക്ക് അവർ ചെയ്ത തെറ്റും മനസ്സിലായി. അന്നു മുതൽ അവർ മാഗി വിട്ട് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ വീട്ടിലെ എല്ലാവരും പ്രേരണയെ സഹായിക്കാനും തുടങ്ങി. Thanks for watching.